പ്രതിപക്ഷത്തിരിക്കുമ്പോൾ PMC വിഷയത്തിൽ സർക്കാരിനെയും CPM-നെയും കടന്നാക്രമിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. സംഘപരിവാർ അജണ്ട പാഠ്യപദ്ധതിയിലൂടെ കേരളത്തിലേക്ക് ഒളിച്ചു കടത്താനുള്ള പദ്ധതി എന്നായിരുന്നു പ്രധാന വിമർശനം. തെരുവുകളിലും MSF-ഉം യൂത്ത് ലീഗുമെല്ലാം വലിയ പ്രതിഷേധമുയർത്തുകയും ചെയ്തു. എന്നാൽ ലീഗ് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ് PMC പദ്ധതി തുടരാനുള്ള തീരുമാനമുണ്ടാകുന്നത്. രാഷ്ട്രീയമായി ലീഗിനെ അത് വലിയ സമ്മർദ്ദത്തിലാക്കുകയാണ്. മുസ്ലിം ലീഗ് PK കുഞ്ഞാലിക്കുട്ടി മുൻപ് PMC പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത് നമുക്കൊന്നുകൂടി കേൾക്കാം. ആശയപരമായ വലിയ ഒരു അഭിപ്രായ വ്യത്യാസമാണ്. ആദർശം അതാണല്ലോ നിലപാട് കോംപ്രമൈസ് ചെയ്തിട്ട് ഇനി ആരൊക്കെ ഇതിനോട് അതായത് സാഷ്ടാംഗം പ്രണാമിക്കും എന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ ഏതായാലും ഇല്ല. ഐഡിയോളജി കോംപ്രമൈസ് ചെയ്ത് നിൽക്കാനുള്ള കരുത്തുണ്ടാവണം. ബംഗാളിൽ മമതയും തമിഴ്നാട്ടിൽ സ്റ്റാലിനും അത് കാണിച്ചു. കേരള ഗവൺമെന്റ് അത് കാണിച്ചില്ല. വമ്പൻ ബടായികളായിരുന്നു, ഇങ്ങോട്ട് തൊടികൂലെന്നൊക്കെ ആയിരുന്നു. ഇത് വലിയ ഒരു വല്ലാത്ത വീഴ്ചയായിപ്പോയി. സാഷ്ടാംഗം ഒരൊറ്റ വീഴ്ച. VS രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, സാഷ്ടാംഗം ഒരൊറ്റ വീഴ്ച എന്നാണോ? മധു, സാഷ്ടാംഗം പറയാതെ നിവർത്തിയില്ല എന്ന് UDF-നും സമ്മതിക്കേണ്ടി വരികയാണ്. കേന്ദ്രത്തിന്റെ ഫണ്ട് വേണ്ട എന്ന് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ തീരുമാനിക്കാൻ മാത്രം സാമ്പത്തിക ശേഷിയോ സാമ്പത്തിക സ്വയം പര്യാപ്തതയോ ഉള്ള ഒരു സംസ്ഥാനമല്ല കേരളം എന്നുള്ളത് കൊണ്ട് തന്നെ അവകാശപ്പെട്ട പണം അത് സ്വീകരിക്കുക തന്നെ വേണം. ആ അവകാശപ്പെട്ട പണം സ്വീകരിക്കുമ്പോൾ ആദർശപരമായി അടിയറവ് പറയേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. ഏതായാലും ലീഗിനെ സംബന്ധിച്ചൊരു പ്രതിസന്ധിയുണ്ട്. കാരണം PM-ശ്രീ പദ്ധതി RSS-ന്റെ പദ്ധതി എന്ന് ബ്രാൻഡ് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ലീഗിന് തന്നെയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സർക്കാരിനെതിരെ പറയാൻ കിട്ടുന്ന എല്ലാ വടികളും എടുത്തുപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഭരണകക്ഷിയായപ്പോഴാണ്, ഭരിക്കുമ്പോഴാണ് അതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടിലേക്ക് സർക്കാർ മനസ്സിലാക്കുന്നത്. നൽകിയത് ഞാൻ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ചില വാക്കുകൾ കൂടി കേൾക്കുകയായിരുന്നു പ്രേക്ഷകരെ. ആദർശം, ഐഡിയോളജി. പക്ഷേ അധികാരം എന്നൊരു വാക്ക് അപ്പുറത്തുണ്ട്. അത് ഉണ്ടാകാത്ത സമയത്ത് ആദർശം, ഐഡിയോളജി എന്നൊക്കെ പറയാം. അധികാരം വരുമ്പോൾ നേരത്തെ VS രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. അവിടെ സാഷ്ടാംഗം വീഴുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയുകയും ചെയ്യും.